ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സ് ആണ്. വാസ്തവത്തിൽ ഈ ഒരു ഇപ്പോൾ ഒരു ടാസ്ക് നടന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സാബു, തരികിട സാബുവിനകത്തുണ്ടല്ലോ, പുള്ളി സീസൺ 1 വിന്നറും കൂടെയാണ്. അപ്പോൾ പുള്ളിക്കാരനെ കൊണ്ട് ഇവരൊന്ന് റോസ്റ്റ് ചെയ്യാനായിട്ട് ബിഗ് ബോസ് ശ്രമിക്കുന്നുണ്ട്. ബിഗ് ബോസിന് പാടെ തെറ്റിപ്പോയി. അതിനകത്ത് ആ പ്രഷറിൽ ജീവിച്ച ഒരു വ്യക്തി വന്നിട്ട് അങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചത് തന്നെ തെറ്റാണ്. സാബു പറയുകയാണെങ്കിൽ ആറമ്പറ്റി പറയും. സാബുവിൻ്റെ ഒരു ക്യാരക്ടർ ഭയങ്കര ഇതാണ്, സ്ട്രോങ് ആണ്. സ്ട്രോങ് ഇൻ എ മീൻസ് അയാൾക്ക് ഒരാളുടെ പിന്നെന്താ പറയുക ഫീലിങ്സ് ഒന്നും ഒരു കാര്യമുള്ള ആളല്ല. ഞാനുമായിട്ട് ക്ലബ് ഹൗസിന് മുമ്പൊന്ന് കൊരുത്തിട്ടുണ്ട്, എൻ്റെ നല്ല വാങ്ങിച്ചോണ്ട് പോയിട്ടുണ്ട്, അത് വേറെ കാര്യം. ബട്ട് സ്റ്റിൽ ഇയാൾക്ക് കളിക്കാൻ പറ്റുന്ന നല്ലൊരു സെഗ്മെൻ്റാണ് നിങ്ങൾ കൊടുത്തത്. പക്ഷേ അത് കൃത്യമായിട്ട് പുള്ളിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ചെയ്തത് കറക്റ്റായിരുന്നു, കൊള്ളേണ്ടവർക്ക് കൊണ്ടു. വളരെ ഹാഷായിട്ട് പറയാതെ വളരെ മൈൽഡായിട്ട് പറഞ്ഞിട്ട് പോലും സാബുമോൻ നേരിടേണ്ടി വന്ന, സാബുമോൻ എന്ന തരികിട സാബു നേരിടേണ്ടി വന്നത് തിരിച്ചൊരു അറ്റാക്കാണ്. അതായത് ഇപ്പോൾ ഓരോരുത്തരെ പറ്റിയും ഒന്ന് റോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാണ്. ഈച്ച് ആൻഡ് എവറി പേഴ്സണെ പുള്ളിക്കാരൻ പറഞ്ഞതൊക്കെ കറക്റ്റായിരുന്നു. ആര്യനെ പറഞ്ഞത് സൂപ്പർ, അക്ബറിനെ പറഞ്ഞത് കിടിലോ എന്ന് വെച്ചാൽ അക്ബറിന് ശരിക്ക് കൊടുത്തിട്ടുണ്ട്. ശരിക്ക് കൊടുക്കുക എന്നെ മീൻസ് അയാളുടെ ആ ഗ്രൂപ്പിസത്തോടനുബന്ധിച്ചിട്ടുള്ള ബാക്കിയുള്ളവരുടെ പുറത്തു പോക്ക്. ഇപ്പം അപ്പാനി ശരത്ത് ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ടാകും അനുമോള് കാരണമാണ് അയാൾക്ക് പുറത്തു പോകേണ്ടി വന്നത്. ഒന്നുമല്ല, അപ്പാനി ശരത്തിന് പുറത്തു പോകേണ്ടി വന്നതിൻ്റെ റീസൺ അക്ബറാണ്. അക്ബറിൻ്റെ ഒപ്പം ചേർന്ന് ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയതിൻ്റെ പേരിലാണ് അപ്പാനി ശരത്തിന് സ്വന്തം അസ്തിത്വം തന്നെ നഷ്ടപ്പെട്ട് ഇറങ്ങിപ്പോകേണ്ട ഒരു ഗതികേട് വന്നത്. പുറത്ത് PR ഉണ്ടെന്നുള്ള ബലത്തിലാണ് അപ്പാനി കുറച്ച് ഓവറായിട്ട് കാണിച്ചത്. PR അല്ല അവിടെ നിർത്തുക എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ടെങ്കിലും അങ്ങനെ ഒരു വസ്തുത നടന്നത് നല്ലതെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പം അനുമോൾ ഏറിപ്പോയെന്നെ. കാരണം അനുമോൾ PR നിൽക്കുന്നതെന്നൊക്കെ പറയുന്നവർക്ക് അപ്പാനി ശരത്തിന് കൊടുത്ത അതേ PR തന്നെയാണ് അനുമോൾക്കുള്ളത്. അനുമോൾ നിൽക്കുന്ന ഫാൻ ഫെയിമിൽ തന്നെയാണെന്നുള്ളത് തെളിവാണ്. അനുമോളെടുത്ത് വളരെ സോഫ്റ്റനായിരുന്നു. സോ അത് ഒബ്വിയസ്ലി തെളിഞ്ഞൊരു കാര്യമാണ്. അയാൾക്ക് പോലും അനുമോളെ ടാർഗറ്റ് ചെയ്യാൻ പറ്റാത്ത തരം അനുമോൾ ആളുകളുടെ നെഞ്ചിലേക്ക് ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. കപ്പ് കിട്ടുകയാണെങ്കിൽ അനീഷിനല്ല അനുമോളിനാണ് കിട്ടേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. മേ ബി ഒരു ക്ലവർ പ്ലെയർ ആണോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്കുള്ളൊന്നുമില്ല. കുറച്ച് ചൈൽഡിഷ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അനുമോൾ പ്യുവർ സോൾ ആയിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത്. അവൾ കുറച്ച് പതറി നിൽക്കുന്നുണ്ട്. ബട്ട് ആപ്റ്റായ അത്യാവശ്യം കപ്പിന് അർഹരായിട്ടുള്ളത് ഷാനവാസും അനുമോളും തന്നെയാണ്. ബാക്കിയൊക്കെ കുറേയൊക്കെ ഫേക്കാണ്. ഇന്നസെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അനുമോളെയാണ്. മേ ബി ഞാൻ അനുമോളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് മാറ്റം ഉണ്ടെങ്കിൽ തിരുത്തി പറയാം. അനീഷിനെ പറ്റി പറഞ്ഞതാണ് ആപ്റ്റ്. എല്ലാവരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ കാണുന്നതാണ് അനീഷ് ഭയങ്കര സംഭവമാണ്. അനീഷ് ഒരു ഫേക്ക് സാധനമാണ്, കള്ളനാണ് എന്നുള്ളതിൻ്റെ തെളിവാണത്. പിന്നെ ഈ കുറച്ച് ദിവസമായിട്ട് നടക്കുന്ന ഒരു ഫൈറ്റിൽ ഏറ്റവും കൂടുതൽ ഷാനവാസിനെ എടുത്തു വെച്ച് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. ഷാനവാസ് മോശമാണ്, ഷാനവാസ് കണ്ടോ പുറകിൽ നിന്ന് കുത്തി ബാക്ക് സ്റ്റാബ് ചെയ്തു എന്നൊക്കെ. ഒരിക്കലും അല്ല. ഷാനവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷന് പ്രിയോറിറ്റി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. തന്നോട് എങ്ങനെയാണോ ആൾക്കാർ അതുപോലെ പുള്ളി തിരിച്ച് ബിഹേവ് ചെയ്യും. പുള്ളിയൊക്കെ സോഫ്റ്റ് കോർണർ ഉള്ളത് അനുമോളെടുത്ത്, ആദില, നൂറ, അവരുടെ അടുത്ത് 3 പേരെടുത്തും അനീഷിൻ്റെ അടുത്തും ഉണ്ടായിരുന്നു. ബാക്കി ആരോടും അയാൾ ഒരു സോഫ്റ്റ് കോർണർ വെച്ചതായിട്ട് എനിക്ക് അറിയത്തില്ല. ആ ഒരു സോഫ്റ്റ് കോർണർ അയാൾ ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. ആരോടും പിണക്കമൊന്നുമില്ല. അനീഷിനോട് ഒരു ഭയങ്കര താല്പര്യം പുള്ളിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അനീഷ് ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് നിങ്ങൾ കരുതുന്ന 2 പേരെ നോമിനേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ചാടി കയറി പറഞ്ഞത് ഷാനവാസിനെയാണ്. ആദില, നൂറയെ നോമിനേറ്റ് ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പം ആ സൗഹൃദം എന്ന് പറയണത് അങ്ങനെ ഒരു വാല്യൂ ഉണ്ട്. അവിടെ സൗഹൃദത്തിനാണോ പോയെന്ന് വെച്ചാൽ അല്ല. ഇന്നിപ്പോൾ അനീഷ് തിരിച്ചു പറയുമ്പോഴത്തേക്ക് അനീഷ് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ വന്നത് കളിക്കാനല്ല, ഞാൻ ജീവിക്കാൻ വന്നതാണ്. പിന്നെ ജീവിക്കാൻ ഞങ്ങളുടെ അച്ചി വീടല്ലേ അത്? ബിഗ് ബോസ് എന്ന് പറയുന്ന അച്ചി വീടാണോ അവിടെ പോയി ജീവിക്കാനായിട്ട്? അത് ഗെയിം ഷോ തന്നെയാണ്. അവിടെ ഗെയിമുണ്ട്. ആ ഗെയിം വിൻ ചെയ്താൽ മാത്രമേ നിൽക്കാൻ പറ്റൂ. അനീഷ് ഒരു കോമണറാണെന്നും സാധാരണക്കാരുടെ മുഖമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അത് നന്നായിട്ട് പൊളിച്ചങ്ങ് കൈ കൊടുത്തിട്ടുണ്ട് സാബു. കാരണം അത് കറക്റ്റാണ്. അവിടെ ഓരോ മനുഷ്യരും സാധാരണ, ഇപ്പോഴത്തെ സീസണിലെ എല്ലാവരും സാധാരണക്കാരാണ്. ഒരാൾ മാത്രമേ നാഷണൽ ഇന്റർനാഷണൽ ലെവലുണ്ടായിരുന്നു, അത് ജിസയിലാണ്. അവളാണെങ്കിൽ ലോക കള്ളി. അങ്ങനെയായിരുന്നു ആ പെണ്ണ്. അവിടെ വേറൊരു സ്ട്രാറ്റജിയാണ്. അത് ആര്യം പറയുന്നുണ്ട്, ഞാനൊരു ഹണിമൂൺ മൂഡിലായിരുന്നു. ആര്യം ജിസയിൽ ഉള്ളിടം വരെ. അതാണ് തുറന്നു പറച്ചിൽ. ആ ഒരു സാധനം പുറത്തേക്ക് കൊണ്ടുവരാൻ സാബുവിനെ കൊണ്ട് സാധിച്ചു. സാബു അത് കൃത്യമായിട്ട് പറഞ്ഞു. എടാ നീ അവള് ബാലി തൂങ്ങി അവളെ തുണി കഴുകി നടന്നതല്ലേ എന്നൊരു ടോൺ തന്നെയാണ് പറഞ്ഞത്. അതിനകത്ത് അവൻ കയറി പിടിച്ചു എന്നുള്ളതാണ്. അക്ബർ തിരിച്ചൊന്ന് ആക്കാൻ ശ്രമിച്ചെങ്കിലും ആക്കിയതും കൊണ്ടതും ഒക്കെ അക്ബറിനാണ്. അക്ബറാണ് സത്യം പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന നല്ല കണ്ടസ്റ്റൻസിനൊക്കെ പുറത്തേക്ക് പോകേണ്ട ഒരു വഴി തുറന്നു കൊടുത്തത്. ആദ്യം പുറത്താകേണ്ടിയിരുന്ന അക്ബറാണ്. സെർഗോയുടെ ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രം അവിടെ നിൽക്കുന്നതാണ് അക്ബർ. ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത, യാതൊരു രീതിയിലും ഒരു കണ്ടസ്റ്റന്റ് എന്ന നിലയിൽ ഒരു ക്വാളിറ്റി ഇല്ലാത്ത വ്യക്തിയാണ് അക്ബർ. ഫേക്ക് ഫാമിലി ഫേക്കാണ്.
അക്ബറിന്റെ അമ്മ ഉൾപ്പെടെ കംപ്ലീറ്റ് ഫേക്കാണ്. ഫേക്കായിട്ടുള്ള ഒരു ക്യാരക്ടറിനെയാണ് നിങ്ങൾ അവിടെ നിർത്തിയിരിക്കുന്നത്. അത് വളരെ മോശമാണ് ബിഗ് ബോസ്. എനിക്ക് അതേ പറയാനുള്ളൂ. വളരെ മോശപ്പെട്ട ഒരു ക്യാരക്ടറാണ് അക്ബർ ഷുഡ് ഡേവിഡ്. അത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. മാക്സിമം അവ ഇങ്ങനെ ഒരു ഇതിനകത്ത് കിട്ടി അവരെ അടിച്ച് പുറത്താക്കിയേക്കണം. അതാണ് ചെയ്യേണ്ടത്. ഒരു കാരണവശാലും ഫൈനൽ 5 അവൻ വന്നാൽ അവരെ ജയിപ്പിക്കരുത്. കാരണം അതൊരു ഒരു ഷെയിംഫുൾ ആക്ടാണ് നിങ്ങൾ അവരെ ജയിപ്പിക്കുകയാണെങ്കിൽ. അത്രത്തോളം വേസ്റ്റ് കണ്ടസ്റ്റന്റ് ആണ് അവൻ. ഇപ്പൊ എന്ത് ചെയ്യണമെന്നറിയാം, പതറി പണ്ടാരടങ്ങിയിരിക്കുന്നു എന്ന് സാബു പറഞ്ഞത് കറക്റ്റാണ്. കാരണം ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുക, എന്നിട്ട് മറ്റുള്ളവരെ അടിക്കുക, എന്നിട്ട് അതിൽ കൂടെ ഒരു വിന്നർ ആകുക, കൂടെ നിൽക്കുന്നവരെ കുതികാലി വിട്ട്, ഇതൊക്കെയാണ് അക്ബർ ചെയ്തുകൊണ്ടിരുന്നത്. അക്ബർ അങ്ങനെയാണ് കളിച്ചത്. ഒരൊറ്റ ഇതിൽ മാത്രം, അതായത് ആ ഒനിലിന്റെ ഇതിൽ മാത്രമാണ് എനിക്ക് സാബു മോൻ്റെ അടുത്തൊരു തിരിച്ച് ഒരു ഫീലിംഗ് തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ ദിസ് ഈസ് ദ പോയിന്റ്. ഇന്നത്തെ ആ ടാസ്കിൽ നടന്ന ഒരു സംഭാഷണമാണ്. അതിൽ അനുമോള് ലക്ഷ്മിയെ പറ്റി പറഞ്ഞത്. ലക്ഷ്മി കുറച്ചുകൂടെ ഓപ്പൺ മൈൻഡഡ് ആണെന്നുള്ള തെളിയാൻ ഈ ഒരു ടാസ്ക് ഉപകരിച്ചു. ലക്ഷ്മി ഇരുന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ കുറച്ചുകൂടെ ഒന്ന് മോൾഡ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ഡു ഇറ്റ്, ബിക്കോസ് ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഞാൻ എൻ്റെ കയ്യിൽ മിസ്റ്റേക്കുകളുണ്ട്, ഞാൻ അത് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുന്നിടത്ത് അവരുടെ ഓപ്പൺ മൈൻഡാണ്. അഗ്രസീവാണ്, കുറച്ച് ദേഷ്യ കൂടുതലുണ്ട് എന്ന് പറയുന്നുണ്ട്. ആദില നൂറയുടെ കേസിൽ അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ യോജിച്ച് നിൽക്കുന്നു. മേ ബി അത് എപ്പിസോഡിൽ വരുമായിരിക്കാം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. രണ്ടുപേരുടെ ചായകളാണ്. ന്യൂറയെ കുറച്ച് ബൂസ്റ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ന്യൂറ കുറച്ചുകൂടെ അക്സെപ്റ്റൻസ് ഉള്ള ഒരു ഇതാണ്, നന്നായിട്ട് പ്ലേ ചെയ്യാൻ അറിയുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് സാബു പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. അപ്പോൾ ഈ ബെന്നിയെ പറഞ്ഞത്, ബെന്നി കുത്തിത്തിരിപ്പുകാരി അല്ല എന്ന് പറഞ്ഞിട്ട് ബെന്നിയെ പറ്റി നന്നായിട്ട് പറയുന്നുണ്ട്. ബെന്നിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല റിമാർക്സ് ആണ്. കാരണം ബെന്നി അത്രത്തോളം കുത്തിത്തിരിപ്പുകാരിയാണ് എന്ന് പറയാതെ സാബു പറഞ്ഞു. അത് അവൾക്ക് ആ പൊട്ടത്തേക്ക് അത് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നീട് ഇതിൻ്റെ ഒരു ഇതെടുത്ത് വെച്ച് കണ്ടാൽ ബെന്നി ആരാണെന്നുള്ളത് മനസ്സിലാകും. ബെന്നി ഫേക്കിന്റെ ഉസ്താദിനെയാണ്, അവൾ തന്നെയാണ്. നമ്മൾ കണ്ടതാണെങ്കിൽ ഇത് പുറത്തുനിന്ന് ഒരാളൊന്നും അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമ്മൾ ഈ സീസൺ കണ്ടോണ്ടിരിക്കുകയല്ലേ. ഇതിൽ മുഴുക്ക ബെന്നി തന്നെയാണ് അതിനകത്ത് കളിക്കുന്ന മുഴുക്ക. എല്ലാ കുത്തിത്തിരിപ്പിന്റെ ആശാട്ടിയാണത്. അവളോട് പേഴ്സണലായി പറഞ്ഞ ഒരു കാര്യത്തിനെ പറഞ്ഞുകൊണ്ട് അനുമോളെ ഡീഗ്രേഡ് ചെയ്യാൻ ഒരു ശ്രമം നടത്തുകയും അതിന്റെ പ്രതിഫലനം ആ പെൺകുട്ടിയെ പബ്ലിക്കിലിട്ട് താറ്റുന്നതും കാണുന്നുണ്ട്. എല്ലാവർക്കും കൊണ്ട് ബെന്നിക്ക് കൊണ്ട് PR. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെന്നി ഒരു സൂപ്പർ ഗെയിമർ അല്ല, ഒരു വൾഗർ ഗെയിമറാണ്. ഡേർട്ടി പ്ലേ അവളുടെ കയ്യിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ബെന്നി ഭയങ്കര ഡേർട്ടി പ്ലേ ആണ് അവിടെ കളിക്കുന്നത്. ബാക്കി പിന്നെ നെവിനെ പറ്റി പറഞ്ഞതും കറക്റ്റാണ്. നെവിൻ ഈ കാണുന്നതൊന്നുമല്ല. നെവിന് നന്നായിട്ട് കളി അറിയാം. അവൻ്റെ കുണുക്കലും ബഹളവും ഒന്നുമല്ല, അത് സത്യമാണ്. നെവിന് നന്നായിട്ട് അറിയാം പ്ലേ എന്താണെന്ന് അറിയാം. അനീഷിന്റെ മുഖം മൂടി അഴിഞ്ഞങ്ങോട്ട് വീണിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ പ്രേക്ഷകർക്ക് സാധിച്ചാൽ ജയിച്ചു, അത്രയേ ഉള്ളൂ. അനീഷ് ഒരു വിന്നറിന് ആണോന്ന് ചോദിച്ചാൽ അല്ല. നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് വീക്ക് നോക്കാം, ഏറ്റവും ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള അനീഷായിരുന്നു. റിപ്പീറ്റ്. ഞാൻ വിചാരിച്ചാൽ അപ്പം തന്നെ പുറത്ത് പോകുന്നു. ആൻഡ് ദെൻ സിസ്റ്റത്തിനനുസരിച്ച് കാം ഡൗൺ ആയി, ആരുമായും ചേരാതെ ഒറ്റയ്ക്ക് നടന്നു. ഒറ്റപ്പെട്ട സ്ട്രാറ്റജി വർക്കൗട്ട് ആവുന്നില്ലെന്ന് കണ്ടപ്പം അടുത്ത ഇതെടുത്തിട്ടു. സോ ഓൾ ടോട്ടൽ അനീഷ് എന്ന ഫേക്കിനെ ഷാനവാസ് മൂലം നമ്മളിലേക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. മേ ബി ഷാനവാസിനെ ഡീഗ്രേഡ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡു ഇറ്റ്. പക്ഷെ ഞാൻ പേഴ്സണലി പറയുന്നതാണ്, ആദ്യത്തെ അറ്റാക്ക് എവിടുന്ന് തുടങ്ങിയോ അതിന്റെ ഓപ്പോസിറ്റ് സാധനമാണ് ഷാനവാസ് എപ്പോഴും കൊടുക്കുക. ആരോടത്തും അങ്ങനെയാണ്. ഷാനവാസ് അങ്ങോട്ട് പോയി ആക്രമിച്ച് ആരുമില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഞാൻ കണ്ടതുകൊണ്ട് പറയണം. ബാക്കി അനീഷാണ് നോമിനേഷനിൽ അതൊരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഷാനവാസ് നന്നായി കളിക്കുന്നില്ല, കുറച്ചുകൂടെ ഇംപ്രവൈസ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ. പക്ഷെ ഷാനവാസ് ഫേക്കാണെന്നും ഇവിടെ ആക്ടിങ് ആണെന്നും സീരിയൽ നടന്മാരാണ് വന്നതെന്നും പാടില്ലെന്ന്, അതായത് ഫുള്ളി ടാർഗറ്റ് ചെയ്യുന്ന ഷാനവാസിനെയാണ് അനീഷ്. അയാൾ നല്ലൊരു കൂട്ടുകാരനെ അല്ല. അതൊരിക്കൽ മോഹൻലാൽ പറഞ്ഞിരുന്നു, ഒരു കൂട്ടുകാരൻ എന്ന് പറയുന്നത് അയാളുടെ റോങ് ആൻഡ് ബാഡ്, ഗുഡ് ആൻഡ് ബാഡ് രണ്ടും ആക്സെപ്റ്റ് ചെയ്യുന്നവനായിരിക്കണം. അവന്റെ ബാഡ് തിങ്സ് കണ്ടാൽ അത് മുഖം നോക്കാതെ പറയാനും സാധിക്കണം. അങ്ങനെയുള്ളവനാണ് യഥാർത്ഥ സുഹൃത്ത്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതാണ് അതിന്റെ പോയിന്റ്. പക്ഷെ അയാൾക്ക് ബാഡൊന്നും വേണ്ട, അയാൾക്ക് ഗുഡ് തിങ്സ് മാത്രമാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ ഡിവോഴ്സും ആയിട്ടുണ്ടാവുക. എല്ലാവർക്കും ബാഡ് വശങ്ങളുണ്ട്, എല്ലാവർക്കും ഗുഡും ഉണ്ട്. ആ ഗുഡ് ബാഡിനെ മാച്ച് ചെയ്ത് കൊണ്ടുപോവുക. ഇപ്പം നമുക്ക് അഡ്ജസ്റ്റ്മെന്റിനേക്കാൾ കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ഞാൻ പറയത്തില്ല ഫാമിലി ലൈഫിൽ. അത് എല്ലാ റിലേഷനിലും അങ്ങനെയാണ്. നമ്മളത് അതർ പേഴ്സന്റെ ക്വാളിറ്റി, അയാളുടെ നെഗറ്റിവിറ്റി, പോസിറ്റിവിറ്റി, ഇതിൻ്റെ അകത്തു നിന്നുള്ള നമുക്ക് കിട്ടേണ്ട സാധനം മാത്രം അബ്സോർബ് ചെയ്യുക. ദ റെസ്റ്റ് കീപ് ഇറ്റ് ദർ. അത് നമുക്ക് അഡ്ജസ്റ്റ്മെന്റിലേ പോകാൻ പറ്റുള്ളൂ. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു പോർഷൻ നമ്മുടെ സുഹൃത്തിനോ ഭാര്യയ്ക്കോ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ ഉണ്ടെങ്കിൽ വി നീഡ് ടു അഡ്ജസ്റ്റ് ഇൻ ദാറ്റ് പാർട്ട്. സ്പെസിഫിക് പാർട്ടിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അതർ തിങ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏത് റിലേഷൻഷിപ്പിലും വേണ്ടത് അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ ആ വ്യക്തിയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാളുടെ അപ്പ് ആൻഡ് ഡൗൺസും അയാളുടെ ഗുഡ് ആർ ബാഡും ഒക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ടാസ്ക് നടന്നത് ഇതാണ്. ഇതിനെ തുടർന്നിട്ടാണ് കുറേയധികം കാര്യങ്ങൾ അനീഷ് തിരിച്ചങ്ങോട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നിന്നെ അങ്ങനെ ചെയ്യും എന്നെ കൊണ്ട് നെഞ്ചി കുത്തുന്നാണൊക്കെ സംസാരിക്കാൻ അറിയാമെന്നൊക്കെ പറഞ്ഞ്
പറയുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് പകച്ച് പണ്ടാരടങ്ങിയിരിക്കുകയാണ് പിന്നെ സാബു. കാരണം സാബുവിൻ്റെ ഒരു ടോക്കിംഗ് സ്പിരിറ്റ് അല്ലെങ്കിൽ അയാൾ പറയുന്നൊരു വേ ഒക്കെ വെച്ചിട്ടാണെങ്കിൽ അവനെ കൊല വിളിക്കാനുള്ള സാധനം അനീഷിൻ്റെ സാധനം ഉണ്ട്. സാബു അത് പറഞ്ഞില്ല, വളരെ മൈൽഡായിട്ട് തട്ടിയതേ ഉള്ളൂ. അതിന് പോലും ഇങ്ങനെയാണ് അവൻ പറയുന്നതെങ്കിൽ അവനാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ കുഴപ്പക്കാരനെന്ന് തെളിവായിട്ട് സാബു തന്നെ നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ടാസ്ക് സൂപ്പറായിരുന്നു. അപ്പോൾ അത് കണ്ടിന്യൂഷൻ നടക്കുന്നുണ്ട്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങൾ വരും. ഷാനവാസിനെ ഒന്ന് ഇരുത്താൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ ഷാനവാസ് അത് ഓവർകം ചെയ്തു. ബിക്കോസ് ഈ സാധാരണക്കാരനാണ് ഞാൻ എന്നൊരു പ്ലേ ഉണ്ടല്ലോ ഈ അനീഷിൻ്റെ, അത് ശരിക്ക് തുറന്ന് കാണിച്ചിട്ടുണ്ട്. അവിടെ ഓരോ മനുഷ്യരും സാധാരണക്കാരാണ്. പ്രത്യേകിച്ച് ഈ സീസണിൽ എല്ലാം സാധാരണക്കാരാണ്, ഒരാൾ പോലും ഇല്ല സ്പെഷ്യൽ കാറ്റഗറി. നമുക്ക് എല്ലാവരും അറിയുന്നവരെല്ലാവരും ഓരോരുത്തരും ഓരോ ലെവലിൽ സാധാരണക്കാരാണ്. കുറച്ചൊക്കെ എഡ്യൂക്കേറ്റഡ് എന്ന് നമുക്ക് തോന്നിയവരാണ്. ബിന്നിയൊക്കെയാണ് ലോക കുത്തിത്തിരിപ്പ്. എനിക്ക് തോന്നുന്നു അത്രത്തോളം എഡ്യൂക്കേഷൻ ഇല്ലാത്ത ലക്ഷ്മിക്ക് ആ കുത്തിത്തിരിപ്പില്ല. കൊതി, നുണ, കുട്ടിയടി ഇതൊന്നും ആ പെണ്ണിനില്ല. സ്ത്രീ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി കൈൻഡിൽ ലക്ഷ്മി ഈസ് ഓക്കെ. പക്ഷെ അത് ബോൾഡ്നെസ് മറ്റുള്ളവരെ ഓവർ കയറി അങ്ങ് ഭരിക്കുക എന്നുള്ള ആ ഒരു ഇതിൽ ഒരു മാറ്റം. എല്ലാത്തിൻ്റെയും കൂടെ മിക്സ്ചർ ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ബട്ട് എനിക്ക് 90% വരെ ഒരു സ്ത്രീ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ലക്ഷ്മിയെ കണ്ടു പഠിക്കാം. 10% പ്രശ്നമാണ് എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം. അനീഷിൻ്റെ മുഖംമൂടി പൊളിച്ച് കീറിയിട്ടുണ്ട് സാബു എന്നുള്ളതാണ് ഈ ഒരു ടാസ്കിൻ്റെ പ്രത്യേകതയും സന്തോഷവും. താങ്ക് യു സോ മച്ച്. നിങ്ങൾ വോട്ടിടുമ്പോൾ ശരിക്കും മനസ്സിലാക്കി വോട്ടിടുക. കാരണം അർഹതപ്പെട്ടവർക്ക് എത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെങ്കിലും അത് ഏറ്റവും വലിയൊരു ഗ്രേറ്റ് തിങ് ആണ്. അവരവരുടെ ഭാഗം ചെയ്യുന്നു, നമ്മൾ നമ്മുടെ ഭാഗം ചെയ്യുക. നീതി നിഷേധിക്കപ്പെടരുത്. അതുകൊണ്ട് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. അനീഷ് വോട്ട് ചെയ്യരുതെന്നാണ് എൻ്റെ ആഗ്രഹം. കുള്ളിലവൻ. താങ്ക് യു.